സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. 4 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന കാസർഗോഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം മുതൽ വയനാട് വരെ യെല്ലോ അലർട്ടാണ്. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. മഴ വലിയ രീതിയിൽ മഴയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്, എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് മുന്നൊരുക്കങ്ങൾ? ശ്രുതി, ഗുഡ് മോർണിംഗ്. അതിശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സ്ഥിതി മാറിയത്. കനത്ത മഴയായിരുന്നു. അത് രാത്രിയോടുകൂടി വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ വലിയ ശക്തമായ മഴ, പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ. അതുകൊണ്ട് തന്നെ ബേക്കൽ, പള്ളിക്കര ബീച്ച്, ചെമ്പേരിക്ക ബീച്ച് തുടങ്ങി എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗളൂരു ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ജില്ല, അതുപോലെ ഉടുപ്പി ജില്ലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുകയാണ്. ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലുള്ളവർക്ക് തന്നെയാണ് ഈ ജാഗ്രത നിർദ്ദേശമുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ആ പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ല സജ്ജമാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഴ ഇനി ഇത് വൈകിട്ട് വരെ ഇന്ന് മുഴുവനായും ഇങ്ങനെ തുടരാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. ശക്തമായ കാറ്റ്, 40 മീറ്ററിലധികം വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത്. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മഴയ്ക്ക് ശക്തി പ്രാപിച്ചത്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇതുവരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ അത്തരത്തിലാണ്. ഏതായാലും ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് കാണാം. ഇവിടെ ശക്തമായ മഴ പെയ്യുകയാണ്. അല്പസമയം മുമ്പ് ഇതിലും വലിയ മഴയുണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴ നേരെയെങ്കിലും ഒരു ശമനം എന്ന് പറയാൻ പറ്റുന്നത്. ഏതായാലും ഇനിയും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. റെഡ് അലർട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടല്ല, റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. കാരണം ഇന്നലെ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം വലിയ മഴയാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഒടുവിൽ ഈ കുട്ടികളെയൊക്കെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട് വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ടാണ്. ആ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ വളരെ ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പുണ്ട്. എന്തായാലും ഈ മഴ ഇന്ന് വൈകിട്ട് വരെ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ പലയിടങ്ങളിലും വെള്ളം ഇത്തരത്തിൽ കയറാൻ സാധ്യതയുണ്ട്. പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഈ കാസർഗോഡ് ഉണ്ട്. അശ്വതി, അതാണ് കാസർഗോഡ് ഇപ്പോഴും മഴ തുടരുകയാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് പോകുന്നു. ഡാനി, കൊച്ചിയെ സംബന്ധിച്ച് എറണാകുളം മുതൽ വയനാട് വരെ യെല്ലോ അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മഴയില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ, ഏത് രീതിയിലാണ് അവിടെ? അശ്വതി, ഇന്നലെ ശക്തമായ മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. മധ്യ കേരളത്തിലേക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം എറണാകുളം ജില്ലയിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പിന്നീട് കാര്യമായ രീതിയിൽ മഴ പെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഇന്നലെ പലയിടത്തും വെള്ളക്കെട്ടെല്ലാം രൂപപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇന്ന് പക്ഷേ ആശ്വാസമുണ്ട്. ഇന്ന് മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇതേ സമയം വരെയും വലിയൊരു മഴയുടെ ഭീഷണിയില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും പക്ഷേ അതേസമയം ഈ കിഴക്കൻ മേഖലകളിൽ, ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് വരുമ്പോഴേക്കും കോതമംഗലം, മൂവാറ്റുപുഴ തുടങ്ങിയ ആ സ്ഥലങ്ങളിലേക്കെല്ലാം വരുമ്പോഴേക്കും കുറച്ച് മഴയുടെ ഒരു ഭീഷണിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായൊരു മഴ പെയ്തതിന് ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖല, ജില്ലയുടെ തീരദേശ മേഖലകളിലുണ്ട്. ഫോർട്ട് കൊച്ചിയും വൈപ്പിനും ചെല്ലാനവും എല്ലാം ഉൾപ്പെടുന്ന മേഖല, ഇവിടങ്ങളിൽ ഇന്നലെ തുടരുന്ന ഒരു കടലാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും അത് രൂക്ഷമാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, ആരെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ, അത്തരം സാഹചര്യങ്ങളിൽ സന്നദ്ധമായിരിക്കാൻ
ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളോടെല്ലാം തന്നെ നിർദ്ദേശം നൽകുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുന്നതിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന് ആ ക്യാമ്പുകൾ കണ്ടെത്താനുള്ളൊരു നിർദ്ദേശമെല്ലാം തന്നെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരമൊരു ഘട്ടത്തിലേക്കൊന്നും ജില്ലയിലെ സാഹചര്യങ്ങൾ പോയിട്ടില്ല. ഇന്നലെയും വലിയ മഴയുണ്ടായിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിലും മറ്റൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഇന്ന് പൊതുവിൽ സ്ഥിതി ശാന്തമാണ്. മഴയുടെ ഒരു ഭീഷണിയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നഗരത്തിൽ ചില ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. പക്ഷേ അത് അപ്പോൾ തന്നെ പരിഹരിച്ചു പോകാനെല്ലാം തന്നെ സാധിച്ചു. പക്ഷേ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ മാറിയിട്ടില്ല എന്നതാണ് അനുകൂലം. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ മഴയുടെ സാഹചര്യം മുൻനിർത്തി തൃശ്ശൂരും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും മഴയുടെ ഒരു ശക്തി ആലപ്പുഴയിലും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെയും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിൻ്റെയും സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആലപ്പുഴയിലും തൃശ്ശൂരും എല്ലാം തന്നെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നത്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ജില്ലകളിലും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും ജാഗ്രതയോടുകൂടി, പ്രത്യേകിച്ച് മലയോര മേഖലകളാണ് മണ്ണിടിച്ചിലിൻ്റെ എല്ലാം തന്നെ ഒരു സാധ്യതയുള്ള ഒരു ഇടങ്ങളെല്ലാം തന്നെ, അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിരീക്ഷിക്കാനായിട്ടെല്ലാം തന്നെ അതത് ജില്ലാ ഭരണകൂടങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യ കേരളത്തിൽ പൊതുവിൽ ഇന്ന് മഴയുടെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. കുറെ കൂടി ആശ്വാസകരമായ ഒരു ദിവസമാണ് മഴയെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ. അശ്വതി. ശരി ഡാനി.